സ്കൂളൊക്കെ തുറക്കാനായില്ലേ, നമുക്കൊരു പെൻ ഓർഗനൈസർ ഉണ്ടാക്കിയാലോ? ഇതേപോലൊരു ബോക്സ് എടുത്തിട്ട് അത് ഞാനിവിടെ 3ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ടോ 4ആയിട്ടോ ഒക്കെ കട്ട് ചെയ്യാം. അങ്ങനെ എടുത്തിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് അത് റാപ്പ് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു പേപ്പർ റോൾ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പേപ്പർ വെച്ചിട്ടാണ് റാപ്പ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ടോ ഇല്ലെങ്കിൽ A4 ഷീറ്റ് പേപ്പർ വൈറ്റ് പേപ്പർ വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു A4 ഷീറ്റിൽ ചെയ്തിട്ട് പെയിൻ്റ് അടിച്ചെടുത്താലും മതി കേട്ടോ, നല്ല ഭംഗിക്കിരിക്കും. ഓക്കെ, അങ്ങനെ ഇത് റാപ്പ് ചെയ്ത് ഈ കാണുന്ന പോലെ നമ്മളൊന്ന് സെലോ ടേപ്പൊക്കെ വെച്ചൊട്ടിച്ചിട്ട് ഒരു പ്രസ് ബോണിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഈ കാണിക്കുന്ന പോലെ കട്ട് ചെയ്യണം. ഇതിന് ഈ കാണുന്ന പോലെ വേറൊരു പേപ്പർ എടുത്തിട്ട് വേറെ ഡിസൈനിലോ ഇല്ല വേറെ കളറിലോ ഒക്കെയുള്ള പേപ്പർ എടുത്തിട്ട് ഇത് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഇനീഷ്യലി നമ്മൾ ബോക്സിൻ്റെ പാർട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നോർമൽ പശ വെച്ചിട്ട് ചെയ്തിട്ട് ഒട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണിൽ യൂസ് ചെയ്യുന്ന സ്റ്റിക്കില്ലേ, ഗ്ലൂ സ്റ്റിക്ക് ഉരുക്കിയിട്ടാണ് എടുത്തത്. ഗ്ലൂ ഗണ്ണില്ല, അതുകൊണ്ട് അത് ഉരുക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതാകുമ്പോൾ ഒട്ടുന്നുണ്ടായിരുന്നു. ടോപ്പ് പോർഷനിൽ പശ തേക്കണ്ട കേട്ടോ. ഇനി ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ബുക്കിൻ്റെ കവറോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ക്ലീനായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഫിറ്റ് ആവുന്ന രീതിയിൽ വേണം റാപ്പ് ചെയ്യാൻ. എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു കലണ്ടറാണ് മേക്ക് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള 2 പീസസും കൂടെ നമുക്ക് ഇതുപോലെ ക്ലീനായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുത്തിട്ട് ഒരു കട്ടിയുള്ള ഒരു ബേസിലേക്ക് നമുക്കിത് ഒട്ടിക്കാം. കട്ടിയുള്ള ഒരു പേപ്പറിൽ ഒരു ബോർഡിലേക്കോ എല്ലാം നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. കഴിഞ്ഞു, ക്യൂട്ടായിട്ടില്ലേ? ഇനി നമുക്ക് ഓരോ മന്തിലും ആ കലണ്ടർ മാറ്റി യൂസ് ചെയ്യാം കേട്ടോ. സ്റ്റിക്കേഴ്സ് ആണെങ്കിലും മാറ്റി യൂസ് ചെയ്യാം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ആൻഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.